ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ബോളിവുഡ് വേൾഡിലാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു ഫുഡിൻ്റെ വീഡിയോ വരാനുണ്ടെന്ന്. ആ വീഡിയോ ആണിത്. എല്ലാ പ്രാവശ്യവും നമ്മൾ എന്താ കഴിക്കല്? ഇന്ത്യൻ ഫുഡാണ്. ഇന്നൊരു വെറൈറ്റിക്ക് നമുക്കൊരു തായ് ഫുഡിലേക്ക് കഴിക്കാം. അപ്പോൾ തുടക്കമായിട്ട് നമുക്കൊരു ഇന്ത്യൻ തരം തുടങ്ങാം. ഒരു ചായ, സമൂസ, അതാണുള്ളൊരു അന്തസ്. നമ്മളെ മലയാളികൾ ഒരു അന്തസ്സാണുള്ളത്. എന്ത്? ഒരു ചായ, ഒരു സമൂസ, അല്ലെങ്കിൽ ഒരു പഴംപൊരി. സമൂസ ഉള്ളതുകൊണ്ട് നമ്മൾ സമൂസ വാങ്ങി. സംഭവം കുഴപ്പമില്ല. ചായയും ഒരു ആവറേജ് ആയിരുന്നു. കാരണം സൗദി ആയതിനെ കൊണ്ട് നമുക്കും നമ്മളെ വീട്ടിലുണ്ടാക്കുന്നൊരു ചായൻ്റെ ഒരു ഇത് കിട്ടില്ല. എന്നാലും ഓക്കെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിയ സംഭവമാണിതാ ഇത്. തായ് ഫുഡ്. തായ് ഫുഡ് എന്താണെന്ന് പോലും അറിയില്ല, അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, അതെങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ഫുഡ് അല്ലാത്തൊരു വിഭവം നമ്മൾ കാണിക്കുന്നത്. പിന്നെ അത് ഉണ്ടാക്കുന്ന രീതി, കുറച്ച് ക്യാരറ്റ്, ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇടുന്നത് കാണുന്നുണ്ട്. ഫൈനലി അത് എന്തായി വരുന്നത് നമുക്കറിയില്ല. കാരണം എന്തൊക്കെ കാബേജും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താവുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടോക്കണൊക്കെ അവർ തന്നിട്ടുണ്ട്. ഈ ടോക്കണൊക്കെ എടുത്ത് പോയാൽ അവർ നമുക്ക് സാധനം ഉണ്ടാക്കി തരും. നമ്മൾ കൊടുത്ത സാധനം ഓൾമോസ്റ്റ് റെഡിയാണെന്ന് അവർ പറഞ്ഞത്. നമ്മൾ പോയി നോക്കുമ്പോൾ നമ്മളെ സാധനം നമ്മളെ കയ്യിലേക്ക് കിട്ടി. ആക്ച്വലി എൻ്റെ പേര് എനിക്കിപ്പോഴത് കിട്ടില്ല. അപ്പോൾ കുറച്ച് ചെമ്മീൻ, കുറച്ച് ചിക്കൻ, ഒരു മിക്സാണ് നമ്മൾ വാങ്ങിയത്. അതായത് ചിക്കനും ഫിഷും മിക്സ് ആയുള്ള സംഭവമാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് നമ്മളെ കയ്യിലേക്ക് കിട്ടി. നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ കഴിക്കാനുള്ള പരിപാടി. ഇതാണ് സംഭവം. എന്നൊരു ചായ ഉണ്ട്. ചായ പിന്നെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം എങ്ങനെയുണ്ടെന്ന്. ഒരു ചെമ്മീൻ എടുത്ത് കഴിച്ചു നോക്കി. ചെമ്മീൻ നല്ല ഫ്ലേവറുള്ള ചെമ്മീൻ. ആ ഒരു കറക്റ്റ് ബാലൻസ് ആണ് നമുക്ക് ഇങ്ങനെ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഒരു ചെമ്മീൻ്റെ ടേസ്റ്റും ആ ഒരു മസാലയൊക്കെ. പക്ഷേ നമ്മൾ വീണ്ടും ആ ഒരു എന്താ പറയുക, ആ റൈസിലേക്ക് വരുമ്പോൾ ഒരുപാട് സോസ് ഇട്ടിട്ട് നമുക്കൊരു ഇന്ത്യൻ ഫ്ലേവറായിട്ട് ടച്ച് ഇല്ലാത്ത രീതിയിലാണ് ഈ സംഭവം ഉണ്ടാകുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരുപാട് സോസ് ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ലഹാന് വേണമെന്ന് പറഞ്ഞിട്ട് ഈ സംഭവമായി. ഞാൻ പണ്ടേ ഇത് കാണാറുണ്ട്, യൂട്യൂബിലും മറ്റ് വീഡിയോസൊക്കെ അങ്ങനെ കാണാറുണ്ട്. സ്ട്രോബെറിയും ന്യൂട്ടെല്ല മിക്സാണ്. അപ്പം കാണുമ്പോൾ കഴിക്കാനുള്ള ഒരു പൂതി ഉണ്ടാവും. കാരണം സ്ട്രോബെറി മേഖല എല്ലാവർക്കും ഇഷ്ടമാണ്, ചോക്ലേറ്റും ഇഷ്ടമാണ്. അങ്ങനെ ആ ചേച്ചിയമ്മക്ക് എന്തൊക്കെയോ ഉണ്ടാക്കി തരുന്നുണ്ട്. കാര്യമായിട്ട് എന്തൊക്കെയോ എൻ്റെ സംഭവം കാര്യങ്ങൾ കുത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത് വാങ്ങിയ ശേഷം ഒന്ന് കഴിക്കാൻ നോക്കിയതായിരുന്നു. ഈ ചങ്ങായി തരുന്നില്ലടോ. ഈ ചങ്ങായി സാധനം വാങ്ങിക്കൊണ്ടുപോയി. ഞാൻ കുറേ ചോദിച്ചു നോക്കി, ഒരു പീസ് സ്ട്രോബെറി തരുമെന്ന്. നമ്മൾ കേട്ട് നോക്കി. അപ്പം ഞാൻ അവിടെ ചോദിച്ച്, മോനെ ഒരു പീസ് തരുമെന്ന്. അപ്പോൾ അവൻ പറയാം, ഇത് ഞാൻ വാങ്ങിയ സാധനമാണ്, അതെങ്ങനെയാണ് ഞാൻ തരാമെന്ന്. സത്യമാണ്. പിന്നെ അത് കഴിക്കാനുള്ള പൂതി കൊണ്ടാണ് നമുക്കൊരു പീസ് നമ്മളോട് ചോദിച്ചത്. അപ്പം വാങ്ങിയ സാധനം അവനോട് ഒരാൾ കൊടുക്കാൻ പാടില്ല. പിന്നെ അവസാനം ഓനെല്ലാം കഴിച്ചവന് മതിയായി. കാരണം ചോക്ലേറ്റ് അധികം തലക്ക് പിടിക്കല്ലോ. അപ്പോൾ ഒന്ന് കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നെടുത്ത് ഞാനൊന്ന് കഴിച്ചു നോക്കി സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, ആരാണ് ഈ കോമ്പിനേഷൻ ഉണ്ടാക്കിയെന്ന്? എന്താണ് സാധനം? ഒരു ബന്ധവുമില്ലാത്ത, നമ്മൾ പണ്ട് അലുവ മത്തിക്കറി എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ബന്ധവുമില്ല. അത് കഴിച്ചുമ്പോഴെല്ലാം കൂടി തലക്ക് മത്തായി. നമ്മളെല്ലാം അവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇതുപോലുള്ള വീഡിയോ ഇനിയും വരും. നമുക്ക് ഈ അടുത്ത വീഡിയോ കാണാം.